ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 28-ാമത്തെ അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അഷ്ടാംഗ യോഗം. കപില ഭഗവാൻ തൻ്റെ അമ്മയ്ക്ക് മനസ്സ് പൂർണ്ണമായി നിശ്ചലമാക്കി പരബ്രഹ്മത്തിൽ ലയിക്കുവാനുള്ള അഷ്ടാംഗ മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് യമ നിയമാദികൾ തുടങ്ങുന്ന 8 നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ യമം, നിയമം, ആസനം എന്നീ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 58-ാമത്തെ ഭാഗത്തിൽ വിശദമായി ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് അടുത്ത ഭാഗം ആ മൂന്നെണ്ണം കഴിഞ്ഞതിന് ശേഷം, യമ, നിയമ, ആസനം കഴിഞ്ഞതിന് ശേഷം പ്രാണായാമം എന്താണ് ഭഗവാൻ പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. പ്രാണായാമം ചെയ്യുന്നതെങ്ങനെ? പൂരകം, കുംഭകം, രേചകം എന്നീ ക്രമത്തിൽ പ്രാണായാമം അഭ്യസിക്കണമെന്നാണ് ശ്രീ കപില ഭഗവാൻ അമ്മയോട് പറയുന്നത്. പൂരകം, കുംഭകം, രേചകം എന്നീ ക്രമത്തിൽ പ്രാണായാമം അഭ്യസിക്കണം. കാതിനെ ശബ്ദത്തിൽ നിന്നും, ത്വക്കിനെ സ്പർശത്തിൽ നിന്നും, കണ്ണിനെ രൂപത്തിൽ നിന്നും, നാവിനെ രസത്തിൽ നിന്നും, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും പിൻവലിക്കലാണ് അടുത്ത നിയമമായ പ്രത്യാഹാരം. അപ്പൊ പ്രാണായാമം എന്താണെന്ന് പറഞ്ഞു. പൂരകം, കുംഭകം, രേചകം എന്നീ ക്രമത്തിൽ പ്രാണായാമം അഭ്യസിക്കണം. പിന്നീട് പ്രത്യാഹാരം എന്താണെന്ന് പറയുകയാണ്. കാതിനെ ശബ്ദത്തിൽ നിന്നും, അതായത് ശ്രോത്ര ഇന്ദ്രിയമായ കാതിനെ ആ ഇന്ദ്രിയത്തിന്റെ കർമ്മത്തിൽ നിന്ന് പിൻവലിക്കണം. ത്വക്കിനെ, നമ്മുടെ സ്കിന്നിനെ സ്പർശസുഖത്തിൽ നിന്ന് പിൻവലിക്കുക. അതായത് നമുക്ക് ഏത് സ്പർശം അനുഭവിച്ചാലും പ്രത്യേകിച്ച് ഇന്ദ്രിയ സുഖങ്ങളൊന്നും അനുഭവിക്കാത്ത അവസ്ഥയിലേക്ക് വരിക. കണ്ണിനെ മനോഹരമായ കാഴ്ചകളിൽ നിന്ന് പിൻവലിച്ചിട്ട് ആ കണ്ണിൻ്റെ ആ സുഖങ്ങൾ കിട്ടുന്ന മേഖലകളിലേക്ക് പോകാതിരിക്കുക. നാവിന് രസമുള്ള ആഹാരം അല്ലെങ്കിൽ പാനീയങ്ങൾ, ഇങ്ങനെയുള്ള രസത്തെ കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുക. എങ്കിലും കഴിച്ചാൽ മതി, അല്ലെ ഇന്ന നാവിന് സുഖമുള്ള രസമുള്ളത് കിട്ടണം എന്നില്ല. മൂക്കിനെ നല്ല നല്ല ഗന്ധങ്ങൾ വരുമ്പോൾ ആ മൂക്കാകുന്ന, ആ നാസികയാകുന്ന ഇന്ദ്രിയത്തെ കൺട്രോൾ ചെയ്ത് ഉള്ളിലേക്ക് വലിക്കുക. ഇതിനെയൊക്കെയാണ്, ഇന്ദ്രിയങ്ങളെ അവനവനിലേക്ക് തന്നെ പിൻവലിക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. പുറത്തേക്ക്, നമ്മുടെ ശരീരത്തിന്റെ പുറത്തേക്കുള്ള വാതിലുകളാണ്, ഈ പ്രപഞ്ചത്തിലേക്ക് തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകളാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ വീണ്ടും ഉള്ളിലേക്ക് തന്നെ വലിച്ച് അടയ്ക്കുക. അടുത്തത്, അപ്പോൾ പ്രത്യാഹാരം വരെയും നമ്മൾ പറഞ്ഞു. ഇനി ധാരണ, ധ്യാനം, സമാധി ഇവയെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ധാരണ എന്താണെന്ന് നോക്കാം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ സ്ഥാനങ്ങൾ ഏതെങ്കിലും ഒന്നിൽ പ്രാണനെയും മനസ്സിനെയും നിശ്ചലമായി ഉറപ്പിക്കലാണ് ധാരണ. അപ്പോൾ 8 പടികളാണല്ലോ നമുക്ക് ഭഗവാനിലേക്ക് എത്തുവാനുള്ള 6 പടികൾ. 8 പടികളല്ല, 8 നിയമങ്ങളും 6 കടമ്പകളുമാണ് നമുക്കുള്ളത്. 6 പടികൾ. അതിലെ ഒന്നാമത്തെ പടിയാണ് മൂലാധാരം, രണ്ടാമത്തേത് സ്വാധിഷ്ഠാനം, അടുത്തത് മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ സ്ഥാനങ്ങൾ ഏതെങ്കിലും ഒന്നിൽ, ഇതിലേതെങ്കിലും ഒരു സ്ഥാനത്തിൽ പ്രാണനെയും മനസ്സിനെയും ഉറപ്പിക്കണം. മൂലാധാരത്തിലോ സ്വാധിഷ്ഠാനത്തിലോ, അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾ നവരാത്രി വ്രത ആചരണ വേളയിൽ പറഞ്ഞു, ദേവി നവഭാവങ്ങളിൽ നമ്മുടെ മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെയും എത്തുന്ന അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ പടിപടിയായിട്ട് ബോധത്തെ ഉയർത്തുക. അതുപോലെ ഇതിലേതെങ്കിലും ഒരു സ്ഥാനത്തിൽ പ്രാണനെയും മനസ്സിനെയും നിശ്ചലമായി ഉറപ്പിക്കലാണ് ധാരണ. അല്ലാതെ നാം ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതല്ല ധാരണ. ഈ 6 ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി ഉറപ്പിക്കുക, പ്രാണനെയും അവിടെ കേന്ദ്രീകരിക്കുക. ധാരണ എങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ, അതായത് മനസ്സ് നിശ്ചലമായി പ്രാണൻ ഒരിടത്ത് അടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകളെ നമുക്ക് അങ്ങനെ ഇരുന്ന് ധ്യാനിക്കാം. അതാണ് ധ്യാനം. ധ്യാനം പരിപക്വാവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ സമാധിയിൽ എത്തും.
അപ്പോൾ ധാരണ, ധ്യാനം, സമാധി ഇത് മൂന്നും ഏകദേശം ഒരേപോലെയുള്ളതാണ്. അപ്പോൾ ആ ധാരണയിലും മനസ്സുറച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ലീലകളെ ധ്യാനിച്ച് സന്തോഷിച്ച് ആ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കാം. ആ ധ്യാനം പരിപൂർണമാകുമ്പോൾ പക്വമായി തീരുമ്പോൾ സമാധിയിൽ ലയിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ യോഗമാർഗത്തിലൂടെ നമുക്ക് വിഷയങ്ങളിൽ ആസക്തമായ മനസ്സിനെ സാവധാനത്തിൽ അന്തർമുഖമാക്കി, അതായത് ഉള്ളിലേക്ക് വലിക്കുവാൻ കഴിയും. ശുദ്ധമായ സ്ഥലത്ത് നീണ്ടു നിവർന്നിരുന്നു കൊണ്ട് വേണം പ്രാണായാമം അഭ്യസിക്കാൻ. വാത, പിത്ത, കഫങ്ങളിൽ നിന്നുണ്ടാവുന്ന ദോഷങ്ങളെ പ്രാണായാമം കൊണ്ട് നശിപ്പിക്കുവാൻ കഴിയും. അതാണ് പ്രാണായാമത്തിൻ്റെ ഗുണം. പാപവാസനകളെ ധാരണ കൊണ്ട് നശിപ്പിക്കാൻ. ധാരണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. മനസ്സ് ഏതെങ്കിലും ഒരു ഘടകത്തിൽ, അതായത് ഓരോ ഘട്ടമുണ്ടല്ലോ, മൂലാധാരം മുതലുള്ള ആ ഓരോ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരിടത്ത് മനസ്സിനെ ഉറപ്പിക്കുക, അതാണ് ധാരണ. ആ ധാരണ കൊണ്ട് നമുക്ക് പാപവാസനകളെ ഇല്ലാതാക്കാൻ കഴിയും. ശബ്ദസ്പർശ രൂപ രസ ഗന്ധാദികളോടുള്ള സംബന്ധത്തെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കലാകുന്ന പ്രത്യാഹാരം കൊണ്ട് ഇല്ലാതാക്കി തീർക്കാം. അതായത് ഇന്ദ്രിയങ്ങളെ അടക്കി ഒതുക്കി തന്നിലേക്ക് അമർത്തി വയ്ക്കുന്നതാണ് പ്രത്യാഹാരം. അപ്പോൾ ഈ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളോടുള്ള സംബന്ധത്തെ, അതിനോടുള്ള ആ ആഗ്രഹത്തെ പ്രത്യാഹാരം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും. ഈശ്വരപ്രാപ്തിക്ക് വിരോധികളായിട്ടുള്ള 3 ഗുണങ്ങളുണ്ട് നമുക്ക്. സത്വരജസ് തമോ ഗുണങ്ങൾ. ഈശ്വരപ്രാപ്തിക്ക് തടസ്സം നിൽക്കുന്ന ഈ ത്രിഗുണങ്ങളിലൂടെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടാണ്. ഈ ത്രിഗുണങ്ങളെ ധ്യാനം കൊണ്ട് നശിപ്പിക്കാൻ കഴിയും. ധ്യാനം കൊണ്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങളെയും ഭഗവത് കഥകളെയൊക്കെ ധ്യാനത്തിലൂടെ ഓർത്തോർത്ത് ധ്യാനത്തിൽ നിമീലിനമായിരിക്കുന്ന മനസ്സിൽ ഈ ത്രിഗുണങ്ങൾ എത്തിനോക്കുകയില്ല. ത്രിഗുണങ്ങളെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? ഇങ്ങനെ യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര ധാരണകളെ അഭ്യസിച്ച് ദൃഢപ്പെടുത്തിയിട്ട് വേണം ധ്യാനം ആരംഭിക്കാൻ. നീണ്ടു നിവർന്നിരുന്ന് നാസികാഗ്രത്തിൽ ദൃഷ്ടിയെ ഉറപ്പിച്ച് ഇഷ്ടദേവതാ സ്വരൂപേണ ഭഗവാനെ ധ്യാനിക്കണം. ഏത് രൂപത്തിലാണ് ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ വേണം നാസികയുടെ അഗ്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം ധ്യാനത്തിൽ ഉറയ്ക്കുവാൻ. പ്രസന്നമായ മുഖ അരവിന്ദത്തോടും ചെന്താമരപ്പൂവിൻ്റെ ഇതളിന് തുല്യമായ നീണ്ട ചുവന്ന കണ്ണുകളോടും നീലാരവിന്ദം പോലെ ശ്യാമള വർണ്ണത്തോടും ശംഖചക്ര ഗദാ പത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളോടും കൂടിയവനും മഞ്ഞപ്പട്ടണിഞ്ഞവനും ശ്രീവത്സം, കൗസ്തുഭം എന്നിവ കൊണ്ട് ശോഭിക്കുന്ന മാറിടത്തോടു കൂടിയവനും വണ്ടുകൾ പാറിപ്പറക്കുന്ന വനമാല ചാർത്തിയവനും മുത്തുമാലകൾ, വളകൾ, തോൾവളകൾ, മോതിരങ്ങൾ, കിരീടം, അരഞ്ഞാണം, തളകൾ എന്നീ ആഭരണങ്ങൾ അണിഞ്ഞവനും ശാന്തനും മനോഹര രൂപം ധരിച്ചവനും സർവലോക നമസ്കൃതനും യൗവന ആരംഭ പ്രായത്തിൽ വിളങ്ങുന്നവനും, അതായത് കിശോരഭാവത്തിൽ വിളങ്ങുന്നവനും ഭക്തരെ അനുഗ്രഹിക്കുവാൻ എപ്പോഴും ഉത്സുകനും കീർത്തിക്കുന്നവരെ ശുദ്ധീകരിക്കുന്ന യശസ്സോടു കൂടിയവനുമായ ഭഗവാനെ ഹൃദയത്തിൽ ഭക്തിപൂർവം ധ്യാനിക്കണം. അപ്പോൾ ഭഗവാന്റെ ഈ പറഞ്ഞ ഗുണങ്ങൾ, രൂപങ്ങൾ എല്ലാം മനസ്സിൽ ധ്യാനിച്ചു വേണം ഭഗവാനെ ധ്യാനത്തിൽ ഉറപ്പിക്കുവാൻ. ഇരിക്കുന്നതോ കിടക്കുന്നതോ നിൽക്കുന്നതോ തനിക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ലീലകൾ നടത്തുന്നതോ ആയ രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കാം. ഭഗവാൻ നിൽക്കുന്ന രൂപത്തിൽ, ഇരിക്കുന്ന രൂപത്തിൽ, അനന്തശായിയായി കിടക്കുന്ന രൂപത്തിൽ, ഏത് ലീലകൾ ചെയ്യുന്ന രൂപത്തിൽ വേണേലും ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാം. ഭഗവത് സ്വരൂപം പൂർണ്ണമായി ധ്യാനത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ ശുദ്ധിക്കും ഏകാഗ്രതയ്ക്കുമായി ഭഗവാന്റെ ഓരോ അവയവങ്ങളെ പ്രത്യേകമായി ധ്യാനിക്കണം. അപ്പോൾ ഭഗവത് സ്വരൂപം നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായി ഉറച്ചു കഴിഞ്ഞാൽ മനസ്സിന്റെ ശുദ്ധിക്കും ഏകാഗ്രതയ്ക്കുമായി ഭഗവാന്റെ ഓരോ അവയവങ്ങളെ പ്രത്യേകമായി നമുക്ക് ധ്യാനിക്കാം. ഭഗവാന്റെ പത്മപാദങ്ങൾ, കണങ്കാലുകൾ, തുടകൾ, അരക്കെട്ട്, ആ മഞ്ഞപ്പട്ട് അണിഞ്ഞ ഭഗവാന്റെ ശ്രീവത്സം നിറഞ്ഞ മാറ്, ആ
ഭക്തരെ അനുഗ്രഹിക്കുവാൻ നിൽക്കുന്ന മനോഹരമായ അനുഗ്രഹ ചിഹ്നങ്ങളോട് കൂടിയ കൈ, അങ്ങനെ ആ മുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ആ ചുവന്ന ചുണ്ടുകൾ, അതിലെ മുല്ലമുട്ടുകൾ പോലെയുള്ള പല്ലുകൾ, അതോ നീണ്ട ആ തുടുത്ത നാസാരന്ധ്രങ്ങൾ, നാസിക, അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തന്മാരിൽ കാരുണ്യം ചൊരിയുന്ന നീണ്ട താമരയിതൾ പോലെ മനോഹരമായ കണ്ണ്, ആ കൺപീലികൾ, ആ പുരികക്കുടികൾ, ആ ഇളം നെറ്റി, കുറുനിരകൾ ചുരുണ്ട് കിടക്കുന്ന കോമളമായ നെറ്റിത്തടം, കിരീടം, എന്തൊക്കെയോ മനോഹരമായി എത്രയെത്ര രത്നങ്ങൾ പതിച്ച ശ്രേഷ്ഠമായ കിരീടം, അതിൽ അണിഞ്ഞിരിക്കുന്ന മയിൽപ്പീലി, എന്തൊക്കെയാണ് ഭഗവാനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ. ഭഗവാന്റെ ഓരോ അവയവങ്ങൾ എടുത്തു വെച്ചിട്ട് നമ്മൾ അതിൽ രമിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കാതിരിക്കുക ഒരു ഭക്തന്? ഭഗവാന്റെ ആ കോമളമായ മുഖം മാത്രം, അല്ലെങ്കിൽ ആ പത്മപാദങ്ങൾ മാത്രം മതിയല്ലോ ഭഗവാന്. എത്രയോ ജന്മങ്ങളിരുന്ന് പ്രാർത്ഥിച്ചാലും അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ ആകർഷണത, അതിലേക്ക് ലയിക്കുവാനുള്ള ഭഗവാന്റെ ഭക്തന്റെ ത്വര തീരില്ല. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ഓരോ അവയവങ്ങളെയും എടുത്ത് ധ്യാനിക്കണം. വജ്രം, അങ്കുശം, ധ്വജം, താമര എന്നീ പാദരേഖകളോട് കൂടിയതും അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്ന ശോഭയുമുള്ള നഖങ്ങളോട് കൂടിയതുമായ ഭഗവത് പദാരവിന്ദങ്ങളെ ഹൃദയത്തിൽ വളരെ നേരം ധ്യാനിക്കണം. ഭഗവാന്റെ പാദതീർത്ഥമാണ് ഗംഗാനദിയായി തീർന്ന് 3 ലോകങ്ങളെയും ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പാദതീർത്ഥത്തിന് തന്നെ പാപങ്ങളെ നശിപ്പിക്കുവാൻ ഇത്രത്തോളം കഴിവുണ്ടെങ്കിൽ ആ പാദാരവിന്ദങ്ങളുടെ മഹിമ എത്ര വലുതായിരിക്കണം. ഭഗവാന്റെ പാദം കഴുകുന്ന തീർത്ഥമാണ് ഗംഗയായി ത്രിലോകങ്ങളിലെയും പാപം നശിപ്പിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ആ പാദത്തിന്, ആ പത്മപാദങ്ങൾക്ക് എല്ലാവിധ പാപങ്ങളെയും കഴുകിക്കളയാൻ എന്തു മഹിമയാണുള്ളത്. ധ്യാനിക്കുന്ന ഭക്തന്മാരുടെ സകലവിധ പാപങ്ങളെയും വളരെ വേഗത്തിൽ നശിപ്പിക്കുന്ന ആ പാദ സരോരുഹങ്ങളെ ഹൃദയത്തിൽ ദൃഢമായി ധ്യാനിക്കണം. ദേവവന്ദിതയും ലോകമാതാവുമായ ലക്ഷ്മി ഭഗവതി മടിയിൽ വെച്ച് തടവി പാദശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കണങ്കാലുകളെയും ഭക്തിയോടുകൂടി ധ്യാനിച്ചുറപ്പിക്കണം. ഗരുഡന്റെ പുറത്തിരിക്കുന്ന ഭഗവാന്റെ ഊരുദ്വയങ്ങളെയും മഞ്ഞപ്പട്ടുകൊണ്ടും അരഞ്ഞാണുകൊണ്ടും ശോഭിക്കുന്ന അരക്കെട്ടിനെയും ധ്യാനിക്കണം. ബ്രഹ്മാവിന്റെ ഉൽപ്പത്തി സ്ഥാനമായ താമരപ്പൂവിന് ആശ്രയമായ ഭഗവാന്റെ നാഭിയെയും മരതകരത്നങ്ങൾ പോലെ ശോഭിക്കുന്ന സ്തനങ്ങളോടുകൂടിയ മാരടത്തെയും ധ്യാനിക്കണം. ലക്ഷ്മി ദേവിയുടെ നിത്യസാന്നിധ്യം കൊണ്ട് ശോഭിക്കുന്ന വക്ഷപ്രദേശത്തെയും കൗസ്തുഭരത്നത്താലും വണ്ടുകൾ പാറിപ്പറക്കുന്ന വനമാലയാലും ശോഭിക്കുന്ന കണ്ഠപ്രദേശത്തെയുമാണ് പിന്നീട് ധ്യാനിക്കേണ്ടത്. പാലാഴി മഥനത്തിൽ പ്രകടമായി കാണപ്പെട്ട വീര്യത്തോടു കൂടിയ തൃക്കൈകളെയും അവയിലെ ശംഖചക്ര ഗദാ പത്മങ്ങളെയും ധ്യാനിക്കണം. ഭക്തന്മാരെ അനുഗ്രഹിക്കുവാൻ സ്വരൂപം സ്വീകരിച്ച ഭഗവാന്റെ മുഖത്തെ ഭക്തിയോടുകൂടി ധ്യാനിക്കണം. സൗന്ദര്യത്തിന്റെ ഉറവിടമാണ് ഭഗവാന്റെ മുഖം. നീലാളകങ്ങളാൽ ശോഭിക്കുന്ന ആ നെറ്റിത്തടം, അളകങ്ങളാൽ ഇങ്ങനെ പാറിപ്പറക്കുന്ന നീല നിറത്തിലുള്ള അളകങ്ങൾ പാറിപ്പറക്കുന്ന നെറ്റിത്തടം, നീണ്ട കണ്ണുകൾ, അതിസുന്ദരങ്ങളായ ചില്ലികൾ, പുരികങ്ങൾ, സകലവിധമായിട്ടുള്ള താപങ്ങളെയും നശിപ്പിക്കുന്ന കരുണാകടാക്ഷം ചൊരിയുന്ന ആ കണ്ണുകൾ, അതുപോലെ മകരകുണ്ടലങ്ങൾ പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങൾ, സ്നേഹം കവിഞ്ഞൊഴുകുന്ന പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്ന തൊണ്ടിപ്പഴം പോലെയുള്ള ആ ചുണ്ടുകൾ, മുല്ലമൊട്ടു പോലെയുള്ള ഭഗവാന്റെ പല്ലുകൾ, ഇങ്ങനെ സുന്ദരമായ മുഖാരവിന്ദത്തെ ഭക്തിയോടെ ഹൃദയത്തിൽ ധ്യാനിക്കണം. ഹൃദയത്തിൽ തെളിഞ്ഞു പ്രകാശിക്കുന്ന ഭഗവത് സ്വരൂപത്തിൽ തൻ്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായി വിലയിപ്പിക്കണം. ഇപ്രകാരമുള്ള നിരന്തര ധ്യാനം കൊണ്ട് ഭഗവാനിൽ ഭക്തി വളർന്നവരും ഹൃദയം ആ ഭക്തി വളർന്നു വരുന്തോറും നമ്മുടെ ഹൃദയം അലിയും.
ആനന്ദം കാരണമായിട്ട് ശരീരത്തിൽ രോമാഞ്ചം അനുഭവപ്പെടും, ആനന്ദ കണ്ണുനീരൊഴുകും. ഈ അവസ്ഥയിൽ ക്രമേണ മനസ്സ് ആത്മാവിൽ ലയിച്ചൊന്നായി തീരും. വിരക്തവും വിഷയസ്ഫുരണം ലേശം പോലുമില്ലാതായി തീർന്നതുമായ മനസ്സ് ധ്യാനിക്കുന്നവൻ ധ്യേയവസ്തു, ധ്യാനം എന്നീ 3 ഭാവങ്ങളെ വിട്ടിട്ട് വിറക് തീർന്ന അഗ്നി എന്ന പോലെ ആത്മസ്വരൂപത്തിൽ വിലയിക്കുമ്പോൾ സാധകൻ മറവില്ലാതെ തൻ്റെ വാസ്തവ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുന്നു. അതായത് തൻ്റെ യഥാർത്ഥത്തിലുള്ള വാസ്തവ സ്വരൂപമാണ് ആത്മാവ്. അതിനെ സാക്ഷാത്കരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ മറയ്ക്കുന്നതാണ് ശരീരബോധമാകുന്ന എല്ലാ പ്രക്രിയകളും. പ്രപഞ്ചചിന്തയിൽ നിന്ന് എന്നേക്കുമായി നിവർത്തിച്ചതായ യോഗിയുടെ മനസ്സ് സുഖദുഃഖങ്ങൾക്ക് അതീതമായി തീരുന്ന സമാധിയിൽ നിന്നുണർന്നാലും സുഖദുഃഖങ്ങൾ അജ്ഞാനദശയിൽ അഹങ്കാരത്തിൻ്റെതായിരുന്നു എന്നും തനിക്ക് അവയോട് ഒരിക്കലും ബന്ധമില്ലെന്നും ബോധിക്കുന്നു. ഈ ജ്ഞാനത്തിൽ നേടിയ ബോധം നേടിയ പ്രപഞ്ച ചിന്തയിൽ നിന്ന് എന്നേക്കുമായി നിവർത്തിച്ച യോഗിയുടെ മനസ്സ് വീണ്ടും ആ സമാധിയിൽ നിന്നുണർന്നാലും സുഖദുഃഖങ്ങൾ അജ്ഞാന ദിശയിൽ നമുക്കുണ്ടായ അഹങ്കാരത്തിൽ നിന്നാണെന്ന് തിരിച്ചറിയുകയാണ് ആ യോഗി. മദ്യപാനത്താൽ മത്തനായവൻ തൻ്റെ വസ്ത്രം ശരീരത്തിൽ നിന്ന് വീണുപോയോ അതോ ശരീരത്തിൽ തന്നെ ഇരിക്കുന്നുവോ എന്നറിയുന്നില്ലല്ലോ. അതുപോലെ മനസ്സ് ആത്മാനുഭൂതിയിൽ ലയിച്ച യോഗി തൻ്റെ ശരീരം നിലനിൽക്കുന്നുവോ നശിച്ചു പോയോ എന്നൊന്നും അറിയുന്നില്ല. ശരീരം പ്രാരബ്ധമുള്ള കാലത്തോളം നിലനിൽക്കും. ആ ശരീരം കൊണ്ട് പ്രാരബ്ധ കർമ്മങ്ങൾ എന്നുവരെ ചെയ്യണമോ അതുവരെയും ശരീരം നിലനിൽക്കും. എപ്പോഴാണോ നമ്മുടെ കർമ്മം തീരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴാണ് നമുക്ക് മരണം സംഭവിച്ച് ആത്മാവ് മറ്റ് പ്രാരബ്ധ കർമ്മമുള്ള ശരീരം തേടി പോകുന്നത്. എന്നാൽ അതിനെ ആത്മബോധത്തിൽ, അതായത് ശരീരത്തെ ആത്മബോധത്തിൽ ദൃഢമായി നിർത്തുന്ന യോഗി സ്വപ്ന അനുഭവങ്ങളിൽ നിന്ന് ഉണർന്നവനെ പോലെ ഒരിക്കലും സത്യമായി കണക്കാക്കില്ല. അപ്പോൾ ശരീരം പ്രാരബ്ധ കർമ്മം തീരും വരെയും ശരീരത്തെ ഈ യോഗി ചുമക്കുന്നു. എന്നാൽ ശരീരകർമ്മങ്ങൾ സ്വപ്നത്തിൽ നിന്നുണർന്ന ഒരു വ്യക്തിക്ക് സ്വപ്നമായിരുന്നു അതെന്ന് മനസ്സിലാകുന്നത് പോലെ ജാഗ്രത അവസ്ഥയിൽ സ്വപ്നത്തിനൊരു സ്ഥാനവുമില്ലല്ലോ. അതുപോലെ ഈ ധ്യാനാവസ്ഥയിൽ നിന്ന്, സമാധി അവസ്ഥയിൽ നിന്ന്, അതായത് നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഉണർന്ന യോഗി വീണ്ടും തൻ്റെ പ്രാരബ്ധ കർമ്മത്തെ വഹിക്കുന്ന ശരീരത്തിലേക്ക് പ്രവേശിച്ചാലും ഞാൻ ശരീരമാണെന്നുള്ള ബോധമല്ല അവിടെ യോഗിക്കുണ്ടാകുന്നത്. ഈ സ്വപ്ന സമാനമായിട്ടുള്ള ജീവിതം അല്പനേരത്തേക്കാണെന്നും ഇത് സ്വപ്നം മാത്രമാണെന്നും യഥാർത്ഥത്തിൽ സത്യം ഞാൻ അനുഭവിക്കുന്ന ആനന്ദമാണെന്നും ആ യോഗി തിരിച്ചറിയുന്നു. ഇപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് ചിന്തിക്കുന്നത്. നമ്മൾ സാധാരണ മനുഷ്യർ, നമ്മൾ ഈ ഭഗവാനുമായിട്ടുള്ള യോഗം അത് സ്വപ്നമാണെന്നും ഈ ജീവിതമാണ് സത്യമെന്നാണ് നാം ധരിച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഭഗവത് സമാധിയിൽ ലയിച്ച യോഗി വീണ്ടും ഉണർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകും നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ ജീവിതം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഈ പ്രപഞ്ചം ഞാൻ എന്ന ബോധം വെറും സ്വപ്നമാണ്. യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം ഞാൻ ഇതുവരെയും അനുഭവിച്ച ആ സമാധി യോഗം തന്നെ എന്ന് തിരിച്ചറിയുന്നു. എൻ്റെ പുത്രൻ, എൻ്റെ ധനം എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ പുത്രനിൽ നിന്നും ധനത്തിൽ നിന്നും വേറെയാണ് താനെന്ന് ബോധിക്കുന്നില്ലേ? ഇല്ലേ? അങ്ങനെയല്ലേ? എൻ്റെ പുത്രൻ, എൻ്റെ ധനം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ ധനം, എൻ്റെ വസ്ത്രം, എൻ്റെ വീട്, എൻ്റെ ശരീരം എന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റേത് ആണ്. അപ്പോൾ ഞാൻ ആരാണെന്നുള്ള ബോധം വേറെയല്ലേ അവിടെ നിൽക്കുന്നത്? എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ഞാൻ ശരീരമാണോ? എൻ്റെ വീടെന്ന് പറയുമ്പോൾ ഞാൻ വീടാണോ? അല്ല. എൻ്റെ മകനെന്ന് പറയുമ്പോൾ ഞാൻ മകനാണോ? അല്ല. എൻ്റേതാണതല്ല. അപ്പോൾ ഞാനും എൻ്റേതും തമ്മിൽ രണ്ടാണ്. അതുപോലെ തൻ്റേതെന്ന് അഭിമാനിക്കുന്ന ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പ്രകൃതി ഇവയിൽ നിന്നെല്ലാം വേറെയായ ആത്മാവാണ് താൻ. ആ ബോധത്തിലേക്ക് ഈ യോഗി എത്തിച്ചേരുന്നു.
തൻ്റേതെന്ന് അഭിമാനിക്കുന്ന ശരീരം, ആ ശരീരത്തിൽ പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, പ്രകൃതി, ഇവയിൽ നിന്നെല്ലാം വേറെയാണ് ആത്മാവായ ഞാനെന്ന് തിരിച്ചറിയുന്നു. എല്ലാം ആ ഒരു തിരിച്ചറിവാണ് ശ്രീ രമണ മഹർഷിക്ക് തൻ്റെ 16-17 വയസ്സിൽ അദ്ദേഹം അനുഭവിച്ച ആ മരണം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെ അദ്ദേഹം അഭിമുഖീകരിക്കുകയാണ്. ആ മരണഭയത്തിൽ നിന്ന് ഉണർന്ന അദ്ദേഹത്തിന് ഞാൻ ശരീരമല്ല, ഞാൻ ബോധമാണ്, ആത്മസ്വരൂപമാണ്, ശരീരം നഷ്ടപ്പെട്ടിട്ടും ഞാൻ ഇവിടെ ജീവിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകുന്നു. പക്ഷേ ആ മരണഭയമാണ് അദ്ദേഹത്തെ ശരീരത്തിൽ നിന്ന് മുക്തനായി, അതായത് ജീവൻ മുക്തനായി. ഇവിടെ കപില ഭഗവാൻ അമ്മയ്ക്ക് ജീവൻ മുക്തിയെ ഉപദേശിക്കുന്ന ഈ ഉപദേശങ്ങളൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. അദ്ദേഹം ജീവൻ മുക്തനാവുകയാണ്. ആ മരണഭയമാകുന്ന നിമിഷങ്ങളെ കടന്നുപോയി വീണ്ടും താൻ ശരീരത്തിലേക്ക് വന്നു കയറിയപ്പോൾ ഈ ശരീരമെന്ന് പറയുന്നത് ഒരു ജഡമാണെന്നും ഇതൊരു സാധനമാണെന്നും ഇത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സാധനം മാത്രമാണെന്നും ഞാൻ കൊണ്ടു നടക്കുന്ന ഞാനാണ് പ്രധാനിയെന്നും, അതായത് ഞാൻ ആരാണ്? ആത്മാ. ആ ആത്മാവാണ് പ്രധാനമെന്നും ഞാൻ കൊണ്ടു നടക്കുന്ന എന്തോ ഒരു സാധനമാണ് ഈ ശരീരമെന്നും എന്ന ബോധം, ആത്മസാക്ഷാത്കാരം ആ 17-ാം വയസ്സിൽ രമണ മഹർഷിക്ക് ഉണ്ടായപ്പോഴാണ് പിന്നീട് അദ്ദേഹം അരുണാചലം തേടി പോകുന്നത്. ആ അനുഭവം പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. ഈ ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഭഗവത്ഗീത ഉൾപ്പെടെ എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മുടെ പൗരാണിക ആർഷഭാരത സംസ്കൃതിയിലും എല്ലാം പറഞ്ഞിരിക്കുന്ന ഈ ആത്മസാക്ഷാത്കാരം ഇതൊക്കെയായിരുന്നല്ലോ, ഇതാണ് ഞാൻ അനുഭവിച്ച കാര്യമാണല്ലോ എന്ന് പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ ആത്മസാക്ഷാത്കാരം നേടിയ ശേഷമാണ് എല്ലാവരും പറയുന്ന, എല്ലാവരും ശ്രമിക്കുന്ന, ജന്മജന്മാന്തരങ്ങളായി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന, ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന യോഗികൾക്ക് പോലും ലഭ്യമായിട്ടില്ലാത്ത ആത്മസാക്ഷാത്കാരത്തിലൂടെയാണല്ലോ താൻ കടന്നു പോയത് എന്ന് അദ്ദേഹത്തിന് പിന്നീടാണ് മനസ്സിലാകുന്നത്. എന്ന് അതുപോലെയാണ് നാം ഈ ഒരു യോഗിയായി കഴിഞ്ഞ് വീണ്ടും തൻ്റെ കർമ്മം പൂർത്തീകരിക്കാൻ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആ വ്യക്തിക്ക് തിരിച്ചറിയുകയാണ്, ഞാനല്ല, ഈ കാണുന്ന ശരീരവും ഇവിടെ കാണുന്ന കർമ്മങ്ങളും ഒന്നും എന്നെ ബാധിക്കുന്നതല്ല, ഞാൻ അതൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ഈ ശരീരത്തെ കൊണ്ട്. എല്ലാ തിരമാലകളിലും സമുദ്രത്തെയും തിരമാലകളെ എല്ലാം സമുദ്രത്തിലും കാണുന്ന മാതിരി എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായ തന്നെയും സകല ജീവജാലങ്ങളെയും ആത്മാവായ തന്നിലും ഭേദഭാവനയില്ലാതെ എപ്പോഴും കാണുവാൻ ഈ യോഗിക്ക് കഴിയുന്നു. എല്ലാ തിരമാലകളിലും സമുദ്രത്തെ കാണാം. തിരമാലകളിൽ നിന്ന് അഭേദ്യമല്ലല്ലോ സമുദ്രം. എല്ലാ തിരമാലകളും ഉയർന്നു വരുമ്പോൾ ഇത് സമുദ്രത്തിൽ നിന്ന് ഉയരുന്ന തിരമാലയാണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ആ സമുദ്രത്തിനെ നോക്കുമ്പോൾ അതിൽ തിരമാലകളെയും കാണുന്നു. ഇത് രണ്ടും വ്യത്യസ്തമല്ല. അതുപോലെ എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായ തന്നെ താൻ ആത്മാവാണ്, അതെല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. താൻ എന്ന ഞാൻ എന്ന ഈ ബോധം എല്ലാ ജീവജാലങ്ങളിലും നിലനിൽക്കുന്നു എന്നും സകല ജീവജാലങ്ങളെയും ആത്മാവായ തന്നിലും ഒരു ഭേദവുമില്ലാതെ ഒരേപോലെ കാണാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഭഗവത് സ്വരൂപത്തെ അനുഭവിച്ച യോഗി. വിറകിന്റെ ആകൃതി വ്യത്യാസമനുസരിച്ച് അഗ്നി പല രൂപത്തിൽ കാണുന്നില്ലേ? ഒരു ഈർക്കിലാണ് അഗ്നി ഇരിക്കുന്നെങ്കിൽ ചെറിയ ഒരു വെളിച്ചം മാത്രമേ ഉള്ളൂ. ഒരു വലിയ വിറകിലാണെങ്കിൽ അത് ജ്വലിക്കും. അതുപോലെ ആത്മാവും ശരീരങ്ങളുടെ വ്യത്യാസമനുസരിച്ച് ശ്രേഷ്ഠമായും നികൃഷ്ടമായും തോന്നപ്പെടും. ആത്മാവും ശരീരത്തിന്റെ വ്യത്യാസമനുസരിച്ച് മോശമായ യോനികളിൽ ജനിക്കുന്ന ശരീരത്തിലേക്ക് ആ ആത്മാവ് യോനികളിൽ ജനിച്ചു വരുന്ന ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് നികൃഷ്ടമായും ശ്രേഷ്ഠമായ യോനികളിൽ ജനിക്കുന്ന ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആത്മാവ് ശ്രേഷ്ഠമായും കാണപ്പെടുന്നു. എങ്ങനെ? വിറക് അല്ലെങ്കിൽ അഗ്നി പലതരം ഇന്ധനങ്ങളിൽ പല രൂപത്തിൽ ജ്വലിക്കുന്നത് പോലെ കാര്യകാരണ സ്വരൂപേണ പരിണമിച്ചിരിക്കുന്നതും ഊഹിക്കാൻ കഴിയാത്തതും ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്നതുമായ ഈ പ്രകൃതിയെ തന്നിൽ നിന്ന് അന്യമായി ബോധിച്ച് തള്ളിക്കളഞ്ഞ് ആത്മസ്വരൂപേണ സ്ഥിതി ചെയ്യുക എന്നതാണ് യോഗം കൊണ്ട് സാധിക്കേണ്ടതായ ഏറ്റവും പരമമായ പ്രയോജനം. അതായത്
എവിടെ നോക്കിയാലും നമുക്ക് കാര്യകാരണ സ്വരൂപേണ, കാര്യം കാരണമൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ മനസ്സിലാക്കിയിരുന്നു, പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ. ആ കാര്യകാരണ സ്വരൂപേണ പരിണമിച്ചിരിക്കുന്നതും മാറ്റം സംഭവിച്ചിരിക്കുന്ന, ഊഹിക്കാൻ കഴിയാത്തതും നമ്മുടെ ചിന്തയ്ക്കൊക്കെ ഉപരിയാണ്. ബുദ്ധി കൊണ്ടൊന്നും പ്രകൃതിയെ ചിന്തിച്ചാൽ കിട്ടില്ല. ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്നതുമായ ഈ മായാപ്രകൃതി, നമ്മുടെ ആത്മസ്വരൂപത്തെ മറച്ചു വെച്ചിരിക്കുന്നത് മായാപ്രകൃതിയാണ്. എന്നുവെച്ചാൽ ഞാൻ ബോധമാണ്, ആത്മാവാണ്, ശരീരമല്ല എന്നുള്ളത്. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വായ അമ്മ യശോദാമ്മ തുറന്നപ്പോൾ അമ്മ ആ വായിൽ കണ്ട കാഴ്ചകൾ, ആ കുഞ്ഞു വായിൽ അമ്മ ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടങ്ങളെയും കണ്ട അമ്മയുടെ ആ അവസ്ഥ, അതപ്പോൾ അമ്മ ബ്രഹ്മത്തിൽ ലയിച്ച യോഗത്തിൽ ധ്യാനത്തിൽ ലയിച്ച അവസ്ഥയിലാണ് അമ്മ ഇത് കണ്ടത്. പെട്ടെന്ന് തന്നെ അമ്മ മായാപ്രകൃതി അമ്മയുടെ കണ്ണുകളെ മൂടി, മനസ്സിനെ മൂടി, ഇന്ദ്രിയങ്ങളെ മൂടി കളഞ്ഞിട്ട് വീണ്ടും അമ്മ എന്തായി മാറി? ഒരു സാധാരണ ഒരു സ്ത്രീയായി, കണ്ണൻ്റെ അമ്മയായി, ഇതെൻ്റെ മകൻ മാത്രമാണെന്നുള്ള മായാഭ്രമത്തിലേക്ക് പെട്ടെന്ന് മാറി മായയെ അമ്മയെ മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ആ ആത്മസ്വരൂപത്തെ, നമ്മളിരിക്കുന്ന ആത്മസ്വരൂപത്തെ മറച്ചു വെച്ചിരിക്കുന്നത് ഈ പ്രകൃതിയിലെ മായകളാണ്. ആ മായ മാറാനാണ് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഈ 2-3 ഭാഗങ്ങൾ കൊണ്ട് വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മറച്ചിരിക്കുന്ന പ്രകൃതിയെ തന്നിൽ നിന്ന് അന്യമായി ബോധിച്ച് തള്ളിക്കളഞ്ഞ്, അതായത് തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള സാധനമാണ് ഈ മായ, ഈ ശരീരം, അതിനെ അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ ആത്മസ്വരൂപമാണ്, ആത്മസ്വരൂപേണ സ്ഥിതി ചെയ്യുകയാണ് എൻ്റെ കർമ്മം എന്നതാണ് യഥാർത്ഥ യോഗം കൊണ്ട് സാധിക്കേണ്ട പ്രയോജനം. അപ്പോൾ ഇതൊക്കെയാണ് കപില ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ആ മാർഗങ്ങൾ, അഷ്ടാംഗ യോഗ സാധനകളാണ്. ഇത് ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധം 28-ാമത്തെ അധ്യായമാണ് നമ്മൾ ഈ കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഇനിയുമുണ്ട്, ഭഗവാൻ ഇനിയും നമുക്ക് ധാരാളം ഉപദേശങ്ങൾ തന്ന് നമ്മെ മുക്തിമാർഗത്തിലേക്ക് രക്ഷിക്കുവാൻ, ഉയർത്തുവാൻ ഭഗവാൻ ധാരാളം ഉപദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഭക്തിയും കാലപ്രഭാവവുമാണ് 29-ാമത്തെ അധ്യായം. കാലപ്രഭാവം, കാലകാലനായ ഭഗവാൻ, അതാണ് അടുത്ത ഭാഗം. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന ഭാഗങ്ങൾ എല്ലാവർക്കും കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അതൊക്കെ ജീവിതത്തിൽ പല പല ഉന്നതമായ പരിണാമങ്ങൾക്ക് വിധേയമാക്കുവാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.